തിരുവവതാര സുദിനമിത ആഗതമായി സഹോദരരെ. തിരുവവതാര സുദിനമിത ആഗതമായി സഹോദരരെ. ഒരുമിച്ചിടാൻ നമ്മൾക്ക് ഒന്നായി നിന്നു പ്രവർത്തിക്കാം. ഒരുമിച്ചിടാം നമ്മൾക്ക് ഒന്നായി നിന്ന് പ്രവർത്തിക്കാം. ഉന്നതനായ ഗുരുവിന്റെ തിരുനാമത്തെ അറിയിക്കാൻ. ഉന്നതനായ ഗുരുവിന്റെ തിരുനാമത്തെ അറിയിക്കാൻ. ഉന്നതമായ കർമ്മങ്ങൾ അനുവർത്തിക്കാൻ നമ്മൾക്ക്. ഉന്നതമായ കർമ്മങ്ങൾ അനുവർത്തിക്കാം നമ്മൾക്ക്. ഉന്നതമായിതു കർമ്മിക്കാൻ ഒത്തൊരുമിക്കാം നമ്മൾക്ക്. ഉന്നതമായിതു കർമ്മിക്കാൻ ഒത്തൊരുമിക്കാം നമ്മൾക്ക്. അറിവിൻ പൂർണ്ണത അറിവായി ലോകത്തിൽ അറിയിച്ചിടാം. അറിവിൻ പൂർണ്ണത അറിവായി ലോകത്തിൽ അറിയിച്ചിടാം. പൂരമായി വന്നല്ലോ പൂർണ്ണത ഓതിത്തന്നല്ലോ. പൂരമായി വന്നല്ലോ പൂർണ്ണതയോതി തന്നല്ലോ. പൂർണ്ണമായി തീർന്നിടാൻ ഒത്തൊരുമിക്കാം നമ്മൾക്ക്. പൂർണ്ണമായി തീർന്നിടാൻ ഒത്തൊരുമിക്കാം നമ്മൾക്ക്. അണിയണിയായി ചേർന്നിടാം അറിവിൽ നിത്യം ചേർന്നിടാം. അണിയണിയായി ചേർന്നിടാം അറിവിൽ നിത്യം ചേർന്നിടാം. നിരനിരയായി കർമ്മിക്കാം നിയമത്തിൽ പ്രവർത്തിക്കാം. നിരനിരയായി കർമ്മിക്കാം നിയമത്തിൽ പ്രവർത്തിക്കാം. തിരുവവതാര സുദിനമിത ആഗതമായി സഹോദരരെ. ഒരുമിച്ചിടാം നമ്മൾക്ക് ഒന്നായി നിന്ന് പ്രവർത്തിക്കാം. പ്രത്യക്ഷ ദൈവമേ പ്രത്യക്ഷ ദൈവമേ ആത്മാവിലാനന്ദം നൽകുന്ന ദൈവമേ. പ്രത്യക്ഷ ദൈവമേ പ്രത്യക്ഷ ദൈവമേ ആത്മാവിലാനന്ദം നൽകുന്ന ദൈവമേ. ആദിവിത്തായിട്ടുദിച്ചൊരു ദൈവമേ. ആദിവിത്തായിട്ടുദിച്ചൊരു ദൈവമേ. അഖിലാണ്ട സൃഷ്ടികൾ ചെയ്യുന്ന ദൈവമേ. അറിവിന്റെ പൂർണ്ണരൂപ അഖിലേശ്വര. അറിവിന്റെ പൂർണ്ണരൂപ അഖിലേശ്വര. അവതാരമായി വാഴും പരമാത്മാവേ. അവതാരമായി വാഴും അവതാരമായി വാഴും പരമാത്മാവേ. അവതാരമായി അറിവിന്റെ പൂർണ്ണരൂപ അഖിലേശ്വര. സർവ അറിവിൻ്റെയും പൂർണ്ണരൂപമായി സർവവേദത്തിൻ്റെയും കാതലായി സമ്പൂർണ്ണ സായുജ്യത്തിൻ്റെ രൂപമായി ഈ ലോകത്തിൽ അവതാരമായി വന്നു വാഴുന്ന പരമഗുരുവിൻ്റെ ശിഷ്യസന്താനങ്ങളായി ജീവിക്കുവാൻ പരമഭാഗ്യം ലഭിച്ച എൻ്റെ ഓമന സന്താനങ്ങളെ, നിങ്ങളെല്ലാം ഈ ആരാധനയിൽ കൂടി ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ, ആനന്ദിപ്പിക്കട്ടെ.
ഉന്നതനാകുന്ന ഗുരുവിൻ്റെ നിയമങ്ങൾ അത് കർശനമായി പാലിക്കുന്നതിനെക്കുറിച്ചാണ് എല്ലാ ആഴ്ചകളിലും കൂടുതൽ സമയമെടുത്ത് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഞായറാഴ്ച ആരാധനയും ആ നിയമത്തിൽപ്പെട്ട അതിശ്രേഷ്ഠമായ ഒരു കർമ്മം തന്നെയാണ്. ഞായറാഴ്ച ആരാധന അല്ലാതെ മറ്റൊരു കർമ്മങ്ങളിൽ ഏർപ്പെടാൻ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ നിയമം. എന്നാൽ ഇന്ന് ലോകരീത്യ ഞായറാഴ്ചയാണ് സർവകർമ്മങ്ങൾക്കും തിരഞ്ഞെടുക്കുന്നത്. കാരണം എന്താണ്? അന്നാണ് അവധിയുള്ളത്, പലർക്കും സാഹചര്യമുള്ളത്. ഇപ്പം ലീവ് എടുക്കാതെ പല കാര്യങ്ങൾക്കും പങ്കെടുക്കാൻ കഴിയുന്നത് കൊണ്ട് പാലുകാച്ചായാലും വിവാഹമായാലും മോതിരവിടുന്നതായാലും നൂലുകെട്ടുന്നതായാലും എന്ത് കർമ്മം നടത്തിയാലും, എന്തിന് പിറന്നാൾ വന്നാൽ പോലും ആഘോഷം ഞായറാഴ്ചത്തേക്ക് മാറ്റിവെക്കും. കാരണം ലീവ് എടുക്കാതെ കാര്യങ്ങൾ നടത്തുക എന്നുള്ളതാണ്. എന്നാൽ ആത്മബോധോദയ സംഘാംഗങ്ങളായി ജീവിക്കുന്നവർക്ക് അന്ന് എന്താണ് നിയമം? ആരാധിക്കുക എന്നുള്ളതാണ്. കർശനമായും ആ കർമ്മങ്ങളിൽ അതേ നിലയിൽ ഇടപെടുന്നവർക്ക്, നിയമം പാലിക്കുന്നവർക്ക് അതിൻ്റേതായ സുഖവും ആനന്ദവും ജഗദീശ്വരൻ എല്ലാ വിധത്തിലും നൽകിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ അനുഭവമുള്ള ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ എന്ന് കൈ ഉയർത്തിക്കൊണ്ടാവും. എന്നാൽ നമുക്ക് ആരാധിച്ചാനന്ദിക്കാം, നമുക്കെന്നും ആരാധിച്ചാനന്ദിക്കാം. ഈ ആരാധനയിൽ കൂടി ആനന്ദിക്കുവാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. നമുക്ക് അനേകം കർമ്മങ്ങൾ ഈ ലോകത്തിൽ കൂടി ദൈവം നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ സർവജ്ഞാനോത്സവം ആരംഭിച്ച സമയം മുതൽ വിവിധ ശാഖാശ്രമങ്ങൾ സർവജ്ഞാനോത്സവത്തെ ഏറ്റെടുത്ത് ഒരുക്കി അതിൻ്റെ ഉന്നതമായ ഫലം ആനന്ദമായി അനുഭവിച്ചുകൊണ്ട് ഇങ്ങനെ ജൈത്രയാത്ര തുടരുകയാണ്. അതിൻ്റെ സമാപനമാണ് നമ്മൾ ജൂലൈ മാസം 12-ാം തീയതി മുതൽ 21-ാം തീയതി വരെ നടത്തുന്ന 10 ദിവസത്തെ ഉത്സവ ആഘോഷങ്ങൾ. അത് ആനന്ദോത്സവമായി ഭവിക്കുവാൻ വേണ്ടതെല്ലാം ഈ പ്രകൃതിയിൽ ഈശ്വരൻ ഒരുക്കി തരുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അനേകം കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ഘോഷയാത്രകളാണ്. നമുക്ക് രഥവാഹന ഘോഷയാത്ര നടത്തണം, പ്രകാശയാത്ര നടത്തണം, ജന്മനക്ഷത്ര ഘോഷയാത്ര നടത്തണം. എല്ലാം നടത്തണ്ടേ? വേണോ? എങ്കിൽ നമുക്ക് ഒരുമിച്ച് ഒന്നായി നിന്നുകൊണ്ട് പ്രവർത്തിക്കാം. അണിയണിയായി ചേർന്നിടാം, അറിവിൽ നിത്യം ചേർന്നിടാം. നിരനിരയായി കർമ്മിക്കാം, നിയമത്തിൽ പ്രവർത്തിക്കാം. നമ്മുടെ രഥവാഹന ഘോഷയാത്ര ആരംഭിക്കുന്നത് കരുനാഗപ്പള്ളിയിൽ പുതിയകാവ് എന്ന് പറയുന്ന ക്ഷേത്രത്തിൻ്റെ മൈതാനത്തു നിന്നാണ്. അവിടെ കുറച്ച് സ്ഥലമൊക്കെ ഉള്ളതാണെന്ന് പലരുടെ അഭിപ്രായം മാനിച്ചുകൊണ്ട് അവിടെ നിന്നും ആരംഭിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പം അതിനുവേണ്ടി ഒരു പ്രത്യേക മീറ്റിംഗ് ഇന്ന് വൈകുന്നേരം വള്ളിക്കാവ് ശുഭാനന്ദ ആശ്രമത്തിൽ വെച്ച് നമ്മുടെ ഗീതാനന്ദ സ്വാമിയുടെ നേതൃത്വത്തിൽ നടത്തുന്നുണ്ട്. അപ്പോൾ ആ ഭാഗത്തുള്ള സന്താനങ്ങളെല്ലാം അവിടെ പങ്കെടുക്കും. അവിടെ വെച്ച് നമുക്ക് ഉന്നതമായ തീരുമാനങ്ങൾ എടുക്കും. ഗംഭീരമായി നമുക്കവിടെ നിന്ന് ആരംഭിച്ച് നമ്മുടെ ഗുരുനാഥൻ പറയനല്ല പരമാത്മാവാണെന്നുള്ള പരമസത്യത്തെ ലോകത്തിലേക്ക് അറിയിച്ചുകൊണ്ട് നമുക്ക് അണിയണിയായി ചേർന്നിടാം, അറിവിൽ നിത്യം ചേർന്നിടാം.
കാലഘട്ടത്തിൽ നടത്തപ്പെടുവാൻ ഈശ്വരൻ എല്ലാം ഒരുക്കി ദാനം ചെയ്യുമാറാകട്ടെ. ആ ഭാഗത്തുള്ള സന്താനങ്ങൾക്ക് വലിയ സാമ്പത്തിക നേട്ടവും സാമ്പത്തിക ഭദ്രതയൊന്നും ഉള്ളവരല്ല എങ്കിൽ പോലും എനിക്കറിയാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുങ്ങുമ്പോൾ എവിടുന്നെങ്കിലും ഒക്കെ അവർ ഒപ്പിച്ചതെല്ലാം ഒരുക്കും. അത് എല്ലാ കർമ്മങ്ങളിലും അങ്ങനെ വന്ന് ബന്ധപ്പെടുന്നവരാണ്. ആ വിധത്തിൽ അങ്ങനെ ബുദ്ധിമുട്ടുന്നവർക്കെല്ലാം പ്രകൃതിയിൽ കൂടി ഈശ്വരൻ എല്ലാം ഒരുക്കി ദാനം ചെയ്യുമാറാകും. ഒരു ബുദ്ധിമുട്ട് ഒരു വിധത്തിലും ഉണ്ടാകാത്ത വിധം സർവശക്തി ദൂത പരിവാര സമേതം എഴുന്നള്ളി നിന്ന് എല്ലാം ഒരുക്കി എല്ലാവർക്കും ദാനം ചെയ്യുമാറാകും. നിങ്ങൾ ഒരുങ്ങിയാൽ മതി, ഒരുക്കുവാൻ ഞാൻ നിങ്ങളുടെ മുന്നേ ഉണ്ട്. നിങ്ങൾ ഒരുങ്ങിയാൽ മതി, നിങ്ങളുടെ മുന്നേ ഞാനിതാ ഒരുക്കപ്പെട്ട് നിലകൊള്ളുകയാണ്. അത് നിങ്ങൾക്ക് അനുഭവപ്പെടുമാറാകട്ടെ. അത് കഴിഞ്ഞ് ചെന്നിത്തലയിൽ നിന്നാണ് നമ്മുടെ ജന്മനക്ഷത്ര ഘോഷയാത്ര ആരംഭിക്കുന്നത്. അവിടെയും വിവിധ വിധത്തിലുള്ള ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ട് അത് നടത്തുവാൻ വേണ്ടി അവിടെയുള്ള സന്താനങ്ങൾ ദിവസങ്ങൾക്ക് മുമ്പ് മുതലേ അതിനുള്ള ആലോചനകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നും പല ആളുകളും വന്ന് എന്നോട് അനുവാദം ചോദിച്ച് അവിടുത്തെ ചില പരിപാടികൾക്ക് വേണ്ടി അങ്ങോട്ട് തിരിച്ചു പോയിരിക്കുകയാണ്. അതും ഉന്നതമായ നിലയിൽ ഒരുക്കി ഗംഭീരമായ ഒരു ഘോഷയാത്ര, ജന്മനക്ഷത്ര ഘോഷയാത്ര നടത്തുവാൻ ഈശ്വരൻ എല്ലാം ഒരുക്കുമാറാകട്ടെ. നമ്മുടെ ഈ രഥവാഹന ഘോഷയാത്ര നടക്കുന്ന ദിവസം തന്നെ വൈകുന്നേരം നമ്മൾ ഏതാണ്ട് ഉച്ചയോടുകൂടി ചെട്ടികുളങ്ങരയിൽ ഒരു ഓഡിറ്റോറിയം നമ്മൾ ബുക്ക് ചെയ്യും. അവിടെ വരും, എല്ലാവരും കൂടി ഒത്തുചേരും. അവിടെ വെച്ച് ഭക്ഷണം കഴിച്ച് ചെറിയൊരു സമ്മേളനവും കഴിഞ്ഞ് അവിടെ നിന്ന് പ്രകാശയാത്രയായിട്ടാണ് സന്നിധിയിലേക്ക് എത്തിച്ചേരുന്നത്. എന്ത് പറയുന്നു എല്ലാവരും? നല്ല കാര്യമാണോ? ചെയ്യാമെന്നുള്ളത് ഉറപ്പാണല്ലോ. ഇപ്പോൾ പ്രകാശയാത്ര 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 ശുഭാനന്ദാദർശ പ്രകാശയാത്ര. അപ്പോൾ ഉന്നതമായ വിധത്തിൽ എത്ര ഘോഷയാത്രകൾ? രഥവാഹന ഘോഷയാത്ര, പ്രകാശയാത്ര, ജന്മനക്ഷത്ര ഘോഷയാത്ര. അതുപോലെ ഞാൻ മുമ്പ് അറിയിച്ചിരുന്നു, ശാഖകളിൽ നിന്ന് വരുന്നവർ ഒത്തുചേർന്ന് രണ്ട് സൈഡിൽ നിന്നും ഒന്നുകിൽ കാരായ്മ ഇറങ്ങി അവിടുന്ന് നടക്കുക, പുതിയകാവിലിറങ്ങി അവിടുന്ന് നടക്കുക, ഇങ്ങനെ ഒത്തുചേർന്ന് ഓരോ ദിവസവും ചെറിയ ചെറിയ ഘോഷയാത്രകൾ നടത്തിയാൽ കൂടുതൽ ആളുകൾ ഇതറിയാനുള്ള അവസരമുണ്ടാവുകയും റോഡിൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ നടത്താൻ പറ്റുകയും ചെയ്യും. എല്ലാ ദിവസവും ഘോഷയാത്ര നടത്തിയാൽ റോഡിൽ ബുദ്ധിമുട്ടാവും, വലിയ ഘോഷയാത്ര. അതുകൊണ്ട് നമുക്കത് ഏറ്റവും വലിയ ഘോഷയാത്ര നമ്മുടെ ജന്മനക്ഷത്ര ഘോഷയാത്ര, അതിന് മുമ്പ് പ്രകാശയാത്ര. ഇതൊന്നും വലിയ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. എല്ലാ ദിവസവും അങ്ങനെ അങ്ങ് നടത്തിയാലോ അത് റോഡിൽ ബുദ്ധിമുട്ടാവും, പലർക്കും അസൗകര്യമാവും. ഇപ്പം വരുന്നവർ കുറച്ച് പേർ, ഇപ്പം 100-150 പേര് ഒരുമിച്ച് നടന്നിങ്ങനെ വന്ന് ആർക്കും വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നുകയില്ല. ബുദ്ധിമുട്ടുണ്ടാക്കരുത്. ബുദ്ധിമുട്ടുണ്ടാകാത്ത വിധം കീർത്തനങ്ങളും പാടി നമ്മളിങ്ങനെ നടന്നു വരിക. ഇപ്പോൾ ആളുകളൊക്കെ എന്താ ഇവരെല്ലാം കൂടെ അവിടെ പോകുക? അത് ശുഭാനന്ദാശ്രമം. എന്താ കാര്യം? അവിടെ ശുഭാനന്ദ ഗുരുദേവൻ മരിക്കുന്ന ആളല്ല, മരണമില്ലാത്തവനാണെന്ന് തെളിയിച്ച ഒരാളുണ്ട്. അത് ആനന്ദജി ഗുരുദേവനാണ്. ആ ആനന്ദജി ഗുരുദേവൻ്റെ ജന്മനക്ഷത്രത്തിൻ്റെ ശതാബ്ദി ആഘോഷമാണ്. അത് നടന്നുകൊണ്ടിരിക്കുക. ഭക്തജനങ്ങൾ അങ്ങോട്ട് പോവുകയാണെന്ന് ഞാൻ പരസ്പരം പറയും. അപ്പോൾ എന്തുണ്ടാകും? ആ ഗുരുവിൻ്റെ നാമം നിങ്ങളിൽ കൂടി ലോകമറിയുവാനിടയാവും. അങ്ങനെ വളരട്ടെ വളരട്ടെ ശുഭാനന്ദാദർശം വളരട്ടെ 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 ശുഭാനന്ദാദർശം വളരട്ടെ. മാനവലോകത്തിന് ആനന്ദമേകുവാൻ ശുഭാനന്ദാദർശം വളരട്ടെ. മാനവലോകത്തിന് ആനന്ദമേകുവാൻ ശുഭാനന്ദാദർശം വളരട്ടെ. അങ്ങനെ 10 ദിവസവും നമുക്ക് ഗംഭീരമായ പരിപാടികളോടുകൂടി ആനന്ദോത്സവം കൊണ്ടാടുവാൻ ദൈവമെല്ലാം പ്രകൃതിയിൽ ഒരുക്കി നമുക്ക് ദാനം ചെയ്യുമാറാകട്ടെ. പൂർണ്ണജ്ഞാന സ്വരൂപ സർവജ്ഞാന സംഹാര രൂപ സർവജ്ഞാന സംഹാര രൂപ ഉൾക്കാമ്പിലെപ്പോഴും അങ്ങേ
പ്രഭ കാണുമാറാകണേ നാഥാ. ഉൾക്കാമ്പിലെപ്പോഴും അങ്ങേ പ്രഭ കാണുമാറാകണേ നാഥാ. മൽപ്രാണനാഥന്റെ വാഴ്ച എന്റെ ഉൾക്കാമ്പിനാനന്ദ വാഴ്ച. മൽപ്രാണനാഥന്റെ വാഴ്ച എന്റെ ഉൾക്കാമ്പിനാനന്ദ വാഴ്ച. ആദിയന്താനന്ദ വാഴ്ച സർവ ആത്മാവിലെപ്പോഴും വാഴ്ച. ആദിയന്താനന്ദ വാഴ്ച സർവാത്മാവിലെപ്പോഴും വാഴ്ച. ആദിയന്താനന്ദം ആത്മാവിൽ തെളിയിക്കുവാൻ ആദിപരാപരനാകുന്ന അഖിലേശ്വരനാണ് ഇഹലോകത്തിൽ വന്ന് വാഴുന്നത്. ശുഭാനന്ദ നാമം താൻ സ്വീകരിച്ചതാണ്. മർത്യദേഹം താൻ സ്വീകരിച്ചതാണ്. മാറി മാറി സ്വീകരിച്ച എല്ലാ ദേഹങ്ങളും താൻ സ്വീകരിച്ചതാണ്. ഇപ്പോൾ നിങ്ങൾ എന്നെ കാണുന്ന ഈ ദേഹവും താൻ തന്നെ സ്വീകരിച്ചതാണ്. അപ്പോൾ സ്വീകരിച്ചത് ആരാണ് എന്നാണ് മർത്യലോകം അറിയേണ്ടത്. ആദിയന്താനന്ദ വാഴ്ച സർവാത്മാവിലെപ്പോഴും വാഴ്ച. സർവസൃഷ്ടികൾക്കും കാരണഭൂതനായ സർവസൃഷ്ടികളിലും അധിവാസം ചെയ്യുന്ന സർവസൃഷ്ടിജാലങ്ങളും ഒടുങ്ങിയാലും ഒടുങ്ങാതെ നിലകൊള്ളുന്ന ഏകശക്തി, അത് ജ്ഞാനശക്തി, അത് സൂക്ഷ്മശക്തി. ആ ശക്തിയാണ് ശുഭാനന്ദ നാമത്തിൽ കലിയുഗത്തിൽ അവതാരമായി വന്ന് നിങ്ങളെ കാണുന്നത് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ആ സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ദുഃഖമില്ല. എന്തുകൊണ്ട്? ദുഃഖമറിയാത്ത കണ്ണനെ ഞാൻ ചിത്തത്തിൽ കണ്ടു സ്തുതിച്ചിടുന്നു. ആത്മാവിൽ വാഴുന്ന ഈശ്വരനെ ആത്മാവ് അറിഞ്ഞു കഴിഞ്ഞാൽ, അവതാരമായി വന്ന് വാഴുന്ന ഗുരുവിനെ ആത്മാവ് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ദുഃഖമില്ല. എന്തുകൊണ്ട്? ദുഃഖമില്ലാത്ത വസ്തുവാണ് ഗുരു. ദുഃഖം ഉണ്ടായത് എവിടെ വെച്ചാണ്? ഈ ലോകത്തിൽ
ജനിമരണാദികളിൽ കൂടി കടന്നു വന്ന ആ ആത്മാവ് സ്വന്തം ജന്മത്തെ അറിയാതെ ദൈവ ഇഷ്ടം പ്രവർത്തിക്കാതെ ലോകത്തിൽ സ്വന്തം കർമ്മങ്ങൾ ചെയ്തപ്പോഴാണ്, അഥവാ നരക കർമ്മങ്ങളിൽ ഏർപ്പെട്ടപ്പോഴാണ്, സ്വാർത്ഥ കർമ്മങ്ങളിൽ ഏർപ്പെട്ടപ്പോഴാണ് ദുഃഖം മനുഷ്യനെ കവർന്നെടുത്തത്. എന്നാൽ ദുഃഖമൊഴിക്കാൻ മാർഗമുണ്ട്, സങ്കടങ്ങൾ ഒഴിവാക്കാൻ മാർഗമുണ്ട്, ആ അന്ധകാരം ഒഴിവാക്കുവാൻ മാർഗമുണ്ട്, അജ്ഞാനം ഒഴിവാക്കുവാൻ മാർഗമുണ്ട്. എന്താണ് മാർഗം? ജ്ഞാനസ്വരൂപനെ കാണുക നാം, ജ്ഞാനസ്വരൂപനിൽ ചേരുക നാം, ജ്ഞാനസ്വരൂപനെ കാണുക നാം, ജ്ഞാനസ്വരൂപനിൽ ചേരുക നാം, ജ്ഞാനസ്വരൂപനെ കാണുക നാം, ജ്ഞാനസ്വരൂപനിൽ ചേരുക നാം, ജ്ഞാനസ്വരൂപനെ കാണുക നാം, ജ്ഞാനസ്വരൂപനിൽ ചേരുക നാം. ജ്ഞാനവം കണ്ണു തുറന്നിടാതെ ജ്ഞാനസ്വരൂപനെ കാണുകില്ല. ജ്ഞാനസ്വരൂപനിൽ ചേരുക. അതിനുള്ള വഴി ഇനി ആത്മബോധോദയ സംഘാംഗങ്ങൾ തേടി നടക്കേണ്ട കാര്യമുണ്ടോ? ഒരു കാരണവശാലും ഇല്ല. എന്തുകൊണ്ട്? കണ്ണിന് കണ്ണ് വനമാകുന്ന കണ്ണ് അതിന് കണ്ണായിടുന്ന പൊരുൾ അത് ഗുരുവാണെന്നും ആ രൂപത്തെ തെളിയിക്കുവാനുള്ള സത്യമാണ് ഓതി ഭവിപ്പിക്കുന്നതെന്നും അല്പമാത്രമെങ്കിലും ചിന്തിക്കുന്നവർക്ക് കൃത്യമായി മനസ്സിലാകും. ആരാണ് ഓതി ഭവിപ്പിക്കുന്നത്? ജന്മിയാകുന്ന ജഗദീശ്വരൻ ഉദയമായി വന്നു നിന്നുകൊണ്ട് ജന്മങ്ങളിലേക്ക് ജന്മാന്തരജ്ഞാനം ഓതി ഭവിപ്പിക്കുകയാണ്. ആ ജന്മാന്തരജ്ഞാനം ഉപദേശിക്കുകയാണ്. ജന്മാന്തരജ്ഞാനം ജന്മപാപം തീർക്കുന്നതാണ്. ജന്മപാപം തീർന്നാൽ കർമ്മദോഷം ചെയ്യുകയില്ല. ഈ ജന്മപാപം കർമ്മദോഷം ജീവനാശമെന്ന് എപ്പോഴും പറയുന്നു, നിങ്ങൾ ഏറ്റുപറയുന്നു, കീർത്തനങ്ങൾ പാടുന്നു. എന്താണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ആ അത് പഠിക്കണം, ഓരോന്നും പഠിക്കണം. ആ പുരാണങ്ങളിൽ പോലും ഇല്ലാത്ത വാക്കുകൾ പലതും കലിയുഗ പുരുഷോത്തമൻ അവതരിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ അതൊക്കെ കൃത്യമായി പഠിക്കണം. ആ അരുളി തരുന്ന ഓരോ ശബ്ദങ്ങളും എന്റെ ഹൃദയത്തിന്റെ രൂപീകരണത്തിനുള്ളതാണെന്ന് അറിഞ്ഞ് പഠിക്കുവാൻ ശ്രമിക്കണം. ആ ഹൃദയം രൂപീകരിക്കുമ്പോഴാണ് ജ്ഞാനസ്വരൂപനെ കാണുന്നത്. അപ്പൊ ആ ജന്മം എന്തിനെന്ന് അറിയാത്തതാണ് ജന്മപാപം. അങ്ങനെ ജന്മപാപത്താൽ കർമ്മദോഷികളായി പോയവരായിരുന്നു ഒരു കാലത്ത് നിങ്ങളൊക്കെ. എന്തുകൊണ്ട്? ജന്മം എന്തിനെന്നറിയാതെ പോകുമ്പോൾ ആ കർമ്മദോഷത്തിലേക്ക് അറിയാതെ പോകും. എങ്ങനെ? ജന്മം എന്തിന് എന്ന് തിരിച്ചറിവ് ഉണ്ടാകുന്നത് എപ്പോഴാണ്? ആ ജ്ഞാനസ്വരൂപനാകുന്ന ആ കലിയുഗ ഖഡ്ഗി ഈ നരകത്തിന്റെ മായാമറയ്ക്കുള്ളിൽ ഉറങ്ങിയിരുന്ന ആത്മാവിനെ തട്ടി ഉണർത്തി ജന്മാന്തര ജ്ഞാനം ഭവിപ്പിക്കുമ്പോഴാണ് ആ ഉണർന്നെഴുന്നേറ്റ് ആത്മാവ് ചിന്തിക്കുന്ന, അയ്യോ ഞാൻ എന്റെ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാൻ വന്നതാണല്ലോ. ഓ
കിടന്നുറങ്ങുന്ന ഒരു മനുഷ്യൻ സ്ത്രീയോ പുരുഷനോ ആവട്ടെ മനോഹരമായ ഒരു സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ സ്വപ്നത്തിലാണ് കിടക്കുന്നത്. അപ്പോ അതിമനോഹരമായ കൊട്ടാരം, അവിടെ രാജാവായിട്ട് വാഴുന്നു. ആ പത്നിമാരനേകരുണ്ട്, പത്നിമാരനേകരുണ്ട്, ആ തോഴിമാരനേകരുണ്ട്. ആ സുഖലോലുപതയ്ക്കൊന്നും ഒരു കുറവുമില്ല. അങ്ങനെ ലയിച്ച് സുഖിച്ച് ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ട് കിടക്കുമ്പോ ആ ഒരാൾ വന്ന് തലയ്ക്ക് ഒറ്റ അടി വെച്ചു കൊടുത്തു. എവിടെ ഇരുന്നാണ് ഉറങ്ങുന്നതെന്ന് ചോദിച്ചു. എന്താ കാര്യം? ആ പാറാവുകാരനാണ്, ഒരു ഓഫീസിന് കാവല് നിന്നതാണ്. അല്പനേരം ആ കസേരയിൽ ഇരുന്ന് ഉറങ്ങിയപ്പോഴാണ് ഈ രാജാവായിട്ട് സ്വപ്നം കണ്ടത്. അപ്പോഴാണ് ചാടി എഴുന്നേറ്റ് റെഡി. അപ്പോഴത് റെഡിയായി. കാരണം അപ്പോഴാ ഉത്തരവാദിത്വത്തെ കുറിച്ച് ചിന്തിക്കുന്നത്. ഇല്ല, സ്വപ്നം കണ്ടുകൊണ്ടിരുന്നപ്പോ രാജാവായിരുന്നു. അപ്പോഴാ ഈ ഓഫീസർ കയറി വരുമ്പം സല്യൂട്ട് ചെയ്യേണ്ട ആളാ ഇവിടെ ഇരുന്ന് ഉറങ്ങിയതെന്നുള്ള സത്യം എപ്പോഴാ അറിഞ്ഞത്? മായയിൽ മറഞ്ഞിരുന്നുറങ്ങി മർത്യജന്മവും ജ്ഞാനസൂര്യനാകും ഭവാൻ വന്നു വിച്ചുണർത്തി. ജ്ഞാനസൂര്യനാകും ഭവാൻ വന്നു വിച്ചുണർത്തി. ഈ മായാലോകത്തിലെ ഈ വിഭ്രമ കാഴ്ചകൾക്കുള്ളിൽ മയങ്ങി ജീവിക്കുന്നവർക്ക്, ഈ മനസ്സിന്റെ ത്വരിത ഗമനത്തിൽ അകപ്പെട്ട് ജീവിക്കുന്നവർക്ക് സ്വന്തം കർമ്മത്തെയും സ്വന്തം ധർമ്മത്തെയും തിരിച്ചറിയുവാൻ കഴിവില്ല. ആ കേട്ട് കേട്ട് വരുന്നതൊക്കെ പാലിച്ചങ്ങ് പോവുകയാണ്. കൂടെ ജീവിക്കുന്നവർ അനുവർത്തിക്കുന്നതൊക്കെ താനും അനുവർത്തിച്ചു പോവുകയാണ്. മാതാപിതാക്കളും ഗുരുജനങ്ങളും പറഞ്ഞു തരുന്നതൊക്കെ പഠിച്ചു പോവുകയാണ്. ആരെയും ഒന്നും കുറ്റപ്പെടുത്താൻ കഴിയില്ല. എന്തുകൊണ്ട്? ഈ മനസ്സെന്ന വസ്തുവിനെ ആത്മാവിന്റെ മുൻപിൽ ഇങ്ങനെ കാണാത്ത വസ്തുവിനെ പോലെ നിലനിർത്തിയിരിക്കുന്നത് ദൈവത്തിന്റെ ഒരു വേലയാണ്. ഒരു പ്രത്യേക ലീലയാണ്. അതൊരു പ്രത്യേക ലീലയാണ്. ആ മായാ മനസ്സിനെ അവിടെ നിർമ്മിച്ച് നിലനിർത്തിയിരിക്കുന്നത്. അതവിടെ ഉള്ളതുകൊണ്ടാണ് ആത്മാവിന്റെ വ്യവസ്ഥകൾ പുറത്തേക്ക് വരാത്തത്. എന്നാൽ ആത്മാവിന്റെ ഉടമസ്ഥൻ വന്ന് മായാമനസ്സിനെ തൊട്ടുണർത്തുമ്പോൾ, ജന്മാന്തര ജ്ഞാനത്തെ അവതരിപ്പിച്ച് ദാനം ചെയ്യുമ്പോൾ ജന്മപാപം പാടെ മാറിപ്പോകുന്നു. എങ്ങനെ? ഈ മായയുടെ ത്വരിത ഗമനത്തിനൊരല്പം ശമനമുണ്ടാവുകയാണ്. മനസ്സ് അല്പം ആ ത്വരിത ഗമനത്തിൽ നിന്ന് അടക്കം വരികയാണ്. അവിടെ ഒരു ചിന്തയുണ്ടാകുന്നു. ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത് എന്തിനാണ്? അവിടെയാണ് ചോദിച്ചത്, ജന്മമെടുത്തവരെ നമ്മൾ വന്നതുമെടാണ്.
ആത്മസ്വരൂപനാകുന്ന ഗുരുനാഥൻ ഈ ലോകത്തിൽ വന്നു നിന്നുകൊണ്ട് മർത്യജന്മങ്ങളോട് ചോദിച്ച ചോദ്യമാണ് ഈ കീർത്തനം. അത് ബോധ്യപ്പെടുത്തി തരാൻ വേണ്ടി ചോദിച്ചതാണ്. അല്ലാതെ ചോദ്യം ചോദിച്ച് മാർക്കിടാൻ വന്നതാണോ? അല്ല. ആ ഉന്നതനാകുന്ന ദൈവത്തിന്റെ തനിരൂപമാണ് നിന്റെ ഉള്ളിലിരിക്കുന്ന ആത്മാവെന്ന പരമസത്യത്തെ ആത്മാവിൽ തെളിയിക്കുവാൻ പരമാത്മാവ് അവതാരമായി വന്നു വാഴുന്ന കാലമാണിത്. വന്നു വാഴുന്ന കാലമാണ്. ആ അവതാര കാലമെന്ന് പറയുന്നത് മർത്യജന്മങ്ങളുടെ ഭാഗ്യകാലമാണ്. എന്തുകൊണ്ട്? ഈ മായാമറയെ മാറ്റുവാൻ, മാനസാനന്ദം ലഭിക്കുവാൻ, പരലോകത്തിൽ ലയിക്കുവാൻ, പരമാനന്ദം അനുഭവിക്കുവാൻ അവസരം ഇതുപോലെ വേറെ എങ്ങും ലഭിക്കുവാനില്ല. അതുകൊണ്ടാണ് കലിയുഗ അവതാരം എത്ര ആനന്ദമോ, ആരാഞ്ഞറിയുന്നവർക്കും ആനന്ദം തന്നെ. ആർക്കാണ് ബോധ്യപ്പെടുന്നത്? ദൈവശബ്ദം കേട്ട ആത്മാവിന് മാത്രമേ ഇതൊക്കെ ബോധ്യപ്പെടുകയുള്ളൂ. ആത്മബോധോദയ സംഘാംഗങ്ങൾ അന്നും ഇന്നും കേൾക്കുന്നത് ദൈവശബ്ദമാണ്. അത് സത്യമാണെന്ന് അനുഭവമുള്ളവർ ഒന്ന് കൈ ഉയർത്തി കണ്ടാക്കൊള്ളാം, ഒന്ന് കൈ അടിച്ചു കേട്ടാക്കൊള്ളാം. എന്റെ ഗുരുനാഥൻ ഗുരുനാഥൻ ആ തിരുനാവ് കൊണ്ട് ശബ്ദിക്കുന്നതെല്ലാം ദൈവശബ്ദങ്ങളാണ്. അത് സർവജ്ഞാനമാണ്. അത് കേൾക്കുന്ന ആത്മാവിൽ ജന്മഭാവം പാടെ മാറിപ്പോകും. കേൾക്കുക എന്ന് പറഞ്ഞാൽ ഈ ചെവിയിലൂടെ കേൾക്കുന്ന കേൾവി അല്ല. അതാണ് ആദ്യം ആവശ്യം. എന്നാൽ അതിനെ പരിസേവിച്ച് 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 ഹൃദയവാതിൽ തുറന്ന ശബ്ദത്തെ ഹൃദയത്തിലാക്കി എടുക്കുമ്പോഴാണ് പരിപൂർണമായ ശ്രവണം നടത്തപ്പെടുന്നത്. അവിടെയാണ് ജന്മപാപം മാറിപ്പോകുന്നത്. ജന്മാന്തര ജ്ഞാനം കേൾക്കുന്ന മർത്യന്റെ ജന്മപാപം പാടെ മാറിപ്പോകും. സൽക്കർമ്മ മാർഗത്തിൽ ആനയിപ്പിക്കുന്നു, ദുഷ്കർമ്മമെല്ലാം ഒഴിച്ചിടുന്നു. സൽക്കർമ്മ മാർഗത്തിൽ ആനയിപ്പിക്കുന്നു, ദുഷ്കർമ്മമെല്ലാം ഒഴിച്ചിടുന്നു.
സ്വീകരിക്കും. കർമ്മദോഷങ്ങൾ ഒഴിഞ്ഞു ദിനം തോറും ജീവന്റെ ഉടമസ്ഥൻ സ്വീകരിക്കും. ജീവന്റെ ഉടമസ്ഥൻ സ്വീകരിച്ചിടുന്ന സൽക്കർമ്മം ചെയ്യണം മർത്യലോകമോ. ജീവന്റെ ഉടമസ്ഥൻ സ്വീകരിച്ചിടുന്ന സൽക്കർമ്മം ചെയ്യണം മർത്യലോകമോ. സ്വീകരിച്ചിടുമ്പോൾ ജീവനാശം തീർന്നു നിത്യമോക്ഷത്തിൽ ലയിച്ചിടുന്നു. സ്വീകരിച്ചിടുമ്പോൾ ജീവനാശം തീർന്നു നിത്യമോക്ഷത്തിൽ ലയിച്ചിടുന്നു. ജന്മപാപം തീർത്തു കർമ്മദോഷം തീർത്തു വീണ്ടെടുത്തിടുന്നു സത്യരൂപമോ. സദ്ഗുരു ജന്മപാപം തീർത്തു കർമ്മദോഷം തീർത്തു വീണ്ടെടുത്തിടുന്നു സദ്ഗുരു. ജന്മപാപം തീർത്തു ജന്മപാപം തീർത്തു കർമ്മദോഷം തീർത്തു വീണ്ടെടുത്തിടുന്നു സദ്ഗുരു. കലിയുഗ ഖഡ്ഗീതാൻ ഉദയമായി വന്നല്ലോ ശുഭമായ ആനന്ദം സ്വീകരിച്ചു. കലിയുഗ ഖഡ്ഗീതാൻ ഉദയമായി വന്നല്ലോ ശുഭമായ ആനന്ദം സ്വീകരിച്ചു. കലിയുഗ ഖഡ്ഗീതാൻ ഉദയമായി വന്നല്ലോ ശുഭമായ ആനന്ദം സ്വീകരിച്ചു. നിഷ്കളങ്ക ജ്ഞാനഖഡ്ഗിയുടെ ശബ്ദമാണ് ആത്മാവിൽ നിന്ന് ജന്മപാപം ഒഴിവാക്കുന്നത്. അത് ഏത് വിധത്തിലാണെന്ന് ഇപ്പോൾ ഈ ഇരിക്കുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാകുമല്ലോ. അപ്പൊ ഈ കേൾക്കുക എന്നുള്ളത് മാത്രമല്ല, അത് കർമ്മത്തിൽ കൂടി അനുഭവമാക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് ലോക ജീവിതത്തിൽ നിത്യവും കഴിയുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടത് സാധിച്ചാൽ നാളെ അതിനേക്കാൾ വലിയ കാര്യമാണ് നിങ്ങൾക്ക് സാധിക്കാനുള്ളത്. നാളെ അത് സാധിച്ചു കഴിയുമ്പോൾ അതിനേക്കാൾ വലിയ കാര്യമാണ് അതിന് അടുത്ത ദിവസം സാധിക്കാനുള്ളത്. ഇങ്ങനെ ലോക വിചാരങ്ങൾ കൊണ്ടും മായാബന്ധങ്ങൾ കൊണ്ടും ഈ ലോകത്തിൽ ജീവിതം ചെയ്യുന്ന മനുഷ്യാത്മാവിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി
സത്യവഴിയിൽ കൂടി സഞ്ചരിക്കുവാൻ നിർവാഹമില്ല എന്ന് അറിയുന്ന ജഗദീശ്വരൻ. ആ പുതിയ നിയമം ഈ കലിയുഗത്തിൽ പാസാക്കി. 4 നാൾ ആചാരം 3 നാൾ വിശുദ്ധവ്രതം. സത്യമാകുന്ന ജീവിതം കൃത്യമായി തുടരുക. ഈ ലോക ജീവിത കർമ്മങ്ങളോടൊപ്പം ആലോക കർമ്മത്തെ സ്വാധീനമാക്കുക. അങ്ങനെ ഇഹലോകത്തെയും പരലോകത്തെയും തെളിയിച്ചിട്ട് ഈ ലോകത്തിൽ വെച്ച് തന്നെ പരലോകത്തെ സ്വാധീനമാക്കുവാനുള്ള കർമ്മ പദ്ധതി പരലോകനാഥൻ അവതാരമായി വന്ന് അറിയിച്ച് അനുഭവപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് സ്വീകരിച്ച് ജീവിക്കുന്നവർക്കെല്ലാം അത് അനുഭവമാണ്. അപ്പൊ എന്താണ് വേണ്ടത്? അറിയുക, അറിയിക്കുക, ഒന്നാകുക, ആനന്ദിക്കുക. 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 പരമാത്മാവോടൊത്തു ചേർന്നു ജീവാത്മാവ് ആനന്ദിക്കുക. പരമാത്മാവോടൊത്തു ചേർന്ന് ജീവാത്മാവ് ആനന്ദിക്കുവാൻ. പരലോക വ്യവസ്ഥകൾ പറയുന്നു ഗുരുദാൻ. ഇഹലോക വ്യവസ്ഥയും പറഞ്ഞു. ഇഹലോക വ്യവസ്ഥയും പറഞ്ഞു. ഞാൻ പാടുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഏറ്റുപാടിക്കൊണ്ടിരിക്കുകയാണ്. ഈ പാടിയ വരി സത്യമാണ് എന്ന് സമ്മതിക്കുന്ന എത്ര പേര് കൂട്ടത്തിലും? എങ്ങനെയാണ് ഇത് സത്യമാകുന്നത്? എങ്ങനെയാണ് ഇത് സത്യമാകുന്നത്? പരലോക വ്യവസ്ഥകൾ എവിടെയാണ് പറഞ്ഞു തന്നത്? പരലോക വ്യവസ്ഥകൾ എവിടെയാണ് ചെന്നത്? എവിടെയാണ്? പറയൂ. എവിടെയാണ് നമുക്കത് തന്നിരിക്കുന്നത്? ഏത് ഭാഗത്താണ്? അത് രണ്ടും ഭവിക്കുന്നത് ഹൃദയത്തിലാണ്. എവിടെയാണ് അത് തന്നിരിക്കുന്നത്? ഏത് രൂപത്തിലാണ്? ജന്മാന്തര ജ്ഞാനം നൽകാൻ ജന്മി വന്നല്ലോ. ജന്മാന്തര ജ്ഞാനം എന്ത് വ്യവസ്ഥയാണ് അതിൽ കൂടുതൽ വ്യാഖ്യാനിക്കുന്നത്? രണ്ടുമുണ്ട്. ഇഹലോക വ്യവസ്ഥയുണ്ട്, പരലോക വ്യവസ്ഥയുണ്ട്. ഇഹലോകം എങ്ങനെ നിർമ്മിച്ചു എന്ന് എവിടെയാണ് പറയുന്നത്? ആ ജന്മാന്തര ജ്ഞാനത്തിൽ തന്നെയാണ് പറയുന്നത്. പരലോകം എങ്ങനെയാണ് നിർമ്മിച്ചതെന്ന് എവിടെയാണ് പറയുന്നത്? അതും ജന്മാന്തര ജ്ഞാനത്തിൽ തന്നെയാണ്. ഇത് കേട്ട് പഠിക്കുന്ന നിങ്ങൾക്ക് കൃത്യമായി ഇത് അറിഞ്ഞിരിക്കണം. പരലോക വ്യവസ്ഥകൾ പറയുന്നു ഗുരുദാൻ. ഇഹലോക വ്യവസ്ഥയും പറഞ്ഞു. ഇഹലോക വ്യവസ്ഥയും പറഞ്ഞു. Hallelujah.
നീതാൻ ഗുരുവരനെ എന്ന് ചങ്കുറപ്പോടുകൂടി ഇപ്പൊ നമുക്കിനി പാടാം, അല്ലേ? എല്ലാം നീതാൻ ഗുരുവരനെ എന്ന ചങ്കുറപ്പോടുകൂടി നമുക്ക് ഇപ്പോൾ പാടാം. പാടാൻ കഴിയുമോ? പാടാൻ കഴിയുമോ? എന്തുകൊണ്ട്? അകമായും പുറമായും വാഴുന്നത് ആരാണ്? അകമായും പുറമായും വാഴുന്നത് ആരാണ്? ഒന്നിൽ നിന്നൊന്നായി പോരുന്ന അസംഖ്യവും മറ്റൊന്നിൽ നിന്നുണ്ടോ തെല്ലുപോലും. ഒന്നിൽ നിന്നൊന്നായി പോരുന്ന അസംഖ്യവും മറ്റൊന്നിൽ നിന്നുണ്ടോ തെല്ലുപോലും. അപ്പൊ അകമായി നിൽക്കുന്ന ആത്മാവും പുറമായി നിൽക്കുന്ന ദേഹവും രണ്ടും എവിടെ നിന്നുണ്ടായി? തന്നിൽ നിന്നുണ്ടായി വന്നതാണ്. അപ്പോൾ എല്ലാം നീതാൻ ഗുരുവരനെ എന്ന് പറയാൻ ചങ്കൂറ്റത്തോടുകൂടി പറയാൻ ഇനി ആത്മബോധികൾക്ക് കഴിയുമോ? ഉറപ്പുണ്ടോ? ഒന്ന് കൈയടിച്ച് കേൾക്കട്ടോ. കൈയടിച്ചവർക്കെല്ലാം ഉറപ്പുള്ളവരാണോ? ഉള്ളും പുറവും എന്ന് പാടിയാ പോരാ. കാണണം നീ കാണണം ഗുരുരുമത്തെ കാണണമോ, 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 കളകമറ്റു കാണണം കട്ടിയെ നീ കാണണം, കളകമറ്റു കാണണം കട്ടിയെ നീ കാണണം, കാണണം നീ കാണണം അവസരോചിതമായി അനേകം കീർത്തനങ്ങൾ ഞാൻ പാടി. എല്ലാം ഞാൻ തിരിച്ചു വന്നിരുന്ന ദേഹത്തിൽ ഇരുന്നുകൊണ്ട് പാടിയതാണ്. ഞാൻ ഒന്നുകൂടി ഇത് ഓർമ്മിപ്പിച്ചപ്പോൾ ഇത് ഈ ആരാധനയിൽ കൂടുതൽ അത് എടുത്തത് എന്തിനാണെന്ന് അറിയുമോ? അറിവിന്റെ ഉത്സവത്തിന്റെ അവസാന വേളകളിലേക്ക് എത്തുകയാണ് എന്ന് പറഞ്ഞാൽ ഭാഗ്യവശാൽ നമ്മൾ തീരുമാനിച്ച് ജന്മനക്ഷത്ര ശതാബ്ദി ആഘോഷമായി നടത്തുന്ന അറിവിന്റെ ഉത്സവത്തിന്റെ ആ സമാപന വേളയിലേക്ക് അടുക്കുകയാണ്. ഇപ്പോഴും ആദ്യം അറിയിച്ച അറിവും അതിന്റെ കർമ്മങ്ങളും അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. പല മേഖലകളിലും ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്നില്ല പലരും. അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നില്ല. ഞാനിവിടെ നിന്ന് പാടുമ്പോൾ അതിനകത്ത് ഞാൻ ആമഗ്നരായി ആനന്ദിക്കും. ഈ ആനന്ദത്തിൽ നിന്ന് വിനിർഗളിക്കുന്നതാണ് ഈ കീർത്തനങ്ങളെല്ലാം. ആ നിലയിൽ നിയമം പാലിച്ചുകൊണ്ട് അതിനെ കീർത്തിക്കുന്നവർക്കെല്ലാം ആനന്ദം ഉണ്ടാകും. എന്തുകൊണ്ട്? പരമാത്മാവും തന്റെ ജീവാത്മാവും കൂടി ലയിക്കുമ്പോഴാണ് ആനന്ദം ഉണ്ടാകുന്നത്. ആ ആനന്ദത്തെ വർണ്ണിക്കുന്നതാണ് നാമസങ്കീർത്തനം. ആ നാമസങ്കീർത്തനം ആലപിക്കുന്നവർക്കെല്ലാം ആനന്ദം ഉണ്ടാകണം. അതിന് എന്ത് വേണം? അകം ശുദ്ധമാകണം, കർമ്മം ശുദ്ധമാകണം, ആ കർമ്മ വഴികളെല്ലാം ശുദ്ധമാകണം. പരിശുദ്ധനാകുന്ന പരമാത്മാവിനെ അകതാരിൽ വരുത്തി വെച്ച് ആരാധിക്കണം, ആനന്ദിക്കണം. അങ്ങനെ ആരാധിച്ച് ആനന്ദിക്കുവാനാണ് ഈ കർമ്മ വഴി തന്നിരിക്കുന്നത്. അതിനുവേണ്ടി ഈ ലോകത്തിലേക്ക് അവതരിപ്പിച്ചു തന്ന നാമസങ്കീർത്തനങ്ങൾ അങ്ങനെ ആയിരക്കണക്കിന് കിടക്കുകയാണ്. നമ്മൾ ആദ്യം 1-ാം വാല്യം എന്ന ഒരു കീർത്തന പുസ്തകം ഇറക്കി. അത് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ സെലക്ട് ചെയ്ത് കുറച്ച് കീർത്തനങ്ങൾ 459 കീർത്തനങ്ങളാണെന്ന് ഇറക്കിയത്. രണ്ടാമത് വീണ്ടും ഒരു പുസ്തകം ഇറക്കി, അതിന് 450 കീർത്തനങ്ങളാണുള്ളത്. പിന്നെ കുറച്ചു കാലം നമ്മളൊന്നും ഇറക്കാതെ ഇരുന്നു. ഇപ്പോൾ തുടർച്ചയായി ഓരോ വിശേഷങ്ങൾക്കും കീർത്തന പുസ്തകം ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഉത്രാടം ജന്മനക്ഷത്ര മഹോത്സവത്തിന്
നക്ഷത്ര മഹോത്സവത്തിന് 8ഉം 9ഉം വാല്യങ്ങൾ പുറത്തിറക്കാൻ പോവുകയാണ്. 8ഉം 9ഉം വാല്യങ്ങൾ പുറത്തിറക്കാൻ അതിനുള്ള തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും 1977 വരെ ആയിട്ടുള്ളൂ. ഇപ്പോഴും 1977 വരെ ആയിട്ടുള്ളൂ. 78ലേക്ക് കടക്കാൻ പോകുന്നതേ ഉള്ളൂ. 1962 മുതൽ ആരംഭിച്ച നാമസങ്കീർത്തന ധാര അങ്ങനെ 2ാം തിരുവിടലിലും 3ാം തിരുവിടലിലും 4ാം തിരുവിടലിലും ഒക്കെ തുടർന്നു വന്നത് ഇന്നും തുടർന്നുകൊണ്ടേ ഇരിക്കുന്നത് 9ാമത്തെ വാല്യമായപ്പോഴും 1977 വരെ ആയിട്ടുള്ളൂ. അപ്പോൾ അനന്തമായി കിടക്കുന്ന മഹാകീർത്തന ധാരയെ ഇനി എന്നാണ് നിങ്ങൾ സേവിക്കുന്നത്? നിങ്ങൾ എന്നാണ് അതിൽ ഇറങ്ങി കുളിക്കുന്നത്? എന്നാണ് നിങ്ങൾ അതിൽ ആനന്ദിക്കുന്നത്? ജ്ഞാനമാം തടാകത്തിൽ ഇറങ്ങി കുളിക്കുന്നോർക്ക് ആത്മശുദ്ധി ഉണ്ടാകും, ആനന്ദം ലഭിച്ചിടും. ആത്മാവാനന്ദിക്കുവാൻ വേണ്ടി ആത്മാവിന്റെ ഉടമസ്ഥൻ കരുണയോടുകൂടി ആ തിരിച്ചങ്ക് തുറന്ന് ഒഴുക്കി തന്ന ജ്ഞാനമാകുന്ന തീർത്ഥത്തെ ആവോളം പാനം ചെയ്ത് ആനന്ദിക്ക ആത്മാക്കൾ, ആനന്ദിക്ക ആത്മാക്കൾ, ആനന്ദിക്ക ആത്മാക്കൾ, ആനന്ദിക്ക ആത്മാക്കൾ. നാമസങ്കീർത്തനം പാടി ആനന്ദിക്ക ആത്മാക്കൾ, ആനന്ദിക്ക ആത്മാക്കൾ, ആനന്ദിക്ക
തന്നിരിക്കുന്ന ഈ കീർത്തനങ്ങൾ പരമാത്മാവാകുന്ന പരമഗുരു അനുവദിച്ച് തന്നിരിക്കുന്ന ഈ മഹാകീർത്തനങ്ങൾ ഒരു തവണയെങ്കിലും കീർത്തിക്കുവാൻ ഭാഗ്യമുണ്ടായാൽ അതൊരു ഭാഗ്യമാണ്. ഒരു തവണയെങ്കിലും കീർത്തിക്കുവാൻ ഭാഗ്യമുണ്ടായാൽ അത് ഭാഗ്യമാണ്. അനേക തവണ കീർത്തിച്ചതിന്റെ അർത്ഥം അകതാൽ കരുതുവാൻ ഇടയായാൽ അത് പരമഭാഗ്യമാണ്. അനേക തവണ കീർത്തിച്ചതിന്റെ അർത്ഥം അകതാലിൽ കരുതുവാൻ ഇടയായാൽ അത് അതിലേറെ ഭാഗ്യമാണ്. ആ അർത്ഥതലങ്ങളിലൂടെ ജീവിതം ചെയ്ത് പരമാത്മാവിനെ ദർശിക്കുവാൻ ഇടയായാൽ പിന്നെ ആനന്ദമാണ്. ആ അർത്ഥതലങ്ങളിലൂടെ ജീവിതം ചെയ്ത് പരമാത്മാവിനെ ദർശിക്കുവാൻ ഇടയായാൽ പിന്നെ ആനന്ദമാണ്. ആ ആനന്ദത്തിൽ കൂടി നിത്യവും ജീവിച്ച് ഈ വർണ്ണനകളെ മറ്റുള്ളവരിലേക്ക് പകർത്തി വീണ്ടും ജീവിതം ചെയ്യുമ്പോൾ നിത്യാനന്ദം പരമാനന്ദം ശുഭാനന്ദമായി ഭവിക്കുന്നു. ആത്മബോധമുദിച്ചോരിൽ ശുഭാനന്ദം കാണായോ. ശുഭാനന്ദരൂപം തന്നെ വാഴും ആത്മാവിൽ. സംഘാംഗങ്ങളായി ഞാൻ ഈ ലോകത്തിൽ നിന്ന് സ്വീകരിച്ചിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും എന്താക്കി തീർക്കുവാനാണ് സ്വീകരിച്ചിരിക്കുന്നത്? എന്റെ രൂപമാക്കി തീർക്കുവാനാണ് സ്വീകരിച്ചിരിക്കുന്നത്. ശുഭാനന്ദ രൂപം നിങ്ങളുടെ ആത്മാവിന്റെ രൂപമായി തീരുവാനിടയാകട്ടെ. അതിനുവേണ്ടി നിങ്ങൾ നിയമം പാലിക്കുക, അതിനുവേണ്ടി നാമസ്തുതിക്കുക, ഈ ലോകമോഹാദികൾ ഒക്കെ വെടിയുക. അവനവന്റെ ജീവിതത്തിന് ആവശ്യമുള്ളതൊക്കെ കൃത്യവും സത്യവുമായി കരുതുക. അധാർമികമായ ഒരു കർമ്മങ്ങളിലേക്കും ആത്മബോധികൾ ഇടപെടാൻ പാടില്ല. അസത്യത്തിൽ കൂടി ഒന്നും സമ്പാദിക്കുവാൻ പാടില്ല. സത്യസ്വരൂപനാകുന്ന ഈശ്വരന്റെ ഇഷ്ടമാണ് ഈ ജന്മമെന്നുള്ള സത്യത്തെ തിരിച്ചറിഞ്ഞ് ലോകത്തിൽ ജീവിക്കുവാൻ മഹാഭാഗ്യം ലഭിച്ചിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും അത് മറന്നൊരു നിമിഷം പോലും ജീവിക്കുവാൻ പാടില്ല. അങ്ങനെ സത്യം വളരട്ടെ, ധർമ്മം പുലരട്ടെ, ആത്മലോകം നിത്യശാന്തി പ്രാപിക്കുമാറാകട്ടെ. അങ്ങനെ അണിയണിയായി നിരനിരയായി ആത്മലോകം ആദർശത്തിൽ കൂടി ജീവിതം ചെയ്യുവാൻ ആ ഉന്നതമാവുന്ന ഈ ആദർശത്തെ സ്ഥാപിച്ച് ആത്മലോകത്തിലേക്ക് ഇതിനെ അവതരിപ്പിച്ച് ഇവിടെ നിലനിർത്തി ഇതിനെ സൂക്ഷിച്ചു കൊണ്ടുപോകുന്നത് മാറ്റമില്ലാത്ത പരമഗുരുവിന്റെ വാഴ്ച കൊണ്ടാണെന്ന് നിങ്ങൾ തിരിച്ചറിയുക. ഇല്ല എങ്കിൽ മാനുഷികമായ പല ഇടപെടലുകളും ഇതിനുള്ളിൽ ഉണ്ടായേനെ. സ്വാഭാവികമായും സ്വാർത്ഥപരമായ പല കാര്യങ്ങളും വന്നേനെ. ദൈവം പ്രത്യക്ഷമായി നിൽക്കുന്നത് കൊണ്ടാണ് ജാതി മതഭേദ ബുദ്ധികളൊന്നും ബാധിക്കാതെ യാതൊരു സ്വാർത്ഥ ചിന്തകളും കലർത്താതെ ദൈവ ഇഷ്ടം കൃത്യമായി പുലർത്തിക്കൊണ്ട് ആത്മബോധോദയ സംഘം സത്യസന്ധമായി ഇവിടെ നിലകൊള്ളുന്നത്. ഇപ്പോൾ മാറ്റമില്ലാത്ത പരമഗുരുവിന്റെ വാഴ്ച നിങ്ങൾ ഇങ്ങനെ അനുഭവിക്കുകയാണ്. അങ്ങനെ ലോകാന്ത്യം വരെ വാഴുവാൻ തീരുമാനിച്ച തീരുമാനപ്രകാരം തിരിച്ചെഴുന്നള്ളി വന്ന് ഉന്നതമായ വാഴ്ച നടത്തി ആ പലവിധ എതിരുകളെയും ഒക്കെ തകർത്ത് ശത്രുത്വങ്ങളൊക്കെ തകർത്ത് ഉന്നതമായി ആദർശത്തെ ഉന്നതമായി വളർത്തി 26 സംവത്സര കാലം ആനന്ദ വാഴ്ച നടത്തിയ ആനന്ദജി ഗുരുദേവന്റെ ഉത്രാടം ജന്മനക്ഷത്ര ശതാബ്ദി ആഘോഷമാണ് നമ്മൾ നടത്തുന്നത്. ഈ ആരാധനയുടെ പ്രാരംഭത്തിൽ ഞാൻ നിങ്ങളെ അറിയിച്ചതുപോലെ ഉന്നതമായ ഘോഷയാത്രകളും എല്ലാ ദിവസവും വിവിധങ്ങളായ പരിപാടികളും എന്റെ സന്താനങ്ങൾ ഒത്തുചേർന്ന് നടത്തുന്ന വിവിധ കർമ്മ പരിപാടികളും ആ സെമിനാറുകളും സമ്മേളനങ്ങളും ആ വൈകുന്നേരം നാമസങ്കീർത്തന അർച്ചനയും ഇതെല്ലാം ഉന്നതമായ നിലയിൽ ക്രമീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ നമ്മുടെ ആ നാമത്തിൽ ആ ഉത്രാടം ജന്മ
ശതാബ്ദിയുടെ നാമത്തിൽ സർവജ്ഞാനോത്സവം എന്ന നാമധേയത്തിൽ ഒരു സ്മരണീയ കൂടി പുറത്തിറക്കുന്നുണ്ട്. ആ മാസിക ഒന്നുകൂടി വിപുലമാക്കി ഇറക്കുന്നുണ്ട്. കൂടുതൽ പേജുകൾ ഉൾപ്പെടുത്തി ഇറക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതുപോലെ 2 കീർത്തന പുസ്തകങ്ങൾ ഇറങ്ങുന്നുണ്ട്. എല്ലാം ഒരുക്കപ്പെടുവാൻ ഈശ്വരൻ അനുവദിക്കുമാറാകട്ടെ. എന്റെ സന്താനങ്ങൾ ഒത്തുചേർന്ന് സങ്കല്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ കരുണാനിധി അത് സ്വീകരിക്കും. ഉന്നതമായതെല്ലാം ഒരുക്കപ്പെടും. എല്ലാ ഹൃദയങ്ങൾക്കും ആനന്ദം അനുഭവിക്കുവാൻ തക്ക വിധത്തിൽ മഹാശക്തി എല്ലാം ഒരുക്കി നടത്തി തരുമാറാകട്ടെ. സർവജ്ഞാനോത്സവം ആനന്ദോത്സവമായി നടത്തപ്പെടുമാറാകട്ടെ. സർവശക്തിയും ദേവീ ദേവന്മാരും ദൂത പരമ്പരകളും പ്രകൃതിയും മർത്യലോകവും ഒന്നിച്ച് ആനന്ദിക്കുമാറാകട്ടെ. ഉത്സവം ആഘോഷിക്കാം, ജ്ഞാനോത്സവം ആഘോഷിക്കാം. ഉത്സവം ആഘോഷിക്കാം, ജ്ഞാനോത്സവം ആഘോഷിക്കാം. സർവജ്ഞാനോത്സവത്തെ ആത്മാവിൽ ആഘോഷിക്കാം. ഈ മാസം 14, 15, 16 തീയതികളിൽ UAE എന്ന രാജ്യത്ത് ഒത്തുചേർന്ന് ജീവിക്കുന്ന നമ്മുടെ സന്താനങ്ങൾ അവരുടെ ആഗ്രഹപ്രകാരം വിപുലമായ പരിപാടികളോടുകൂടി സർവജ്ഞാനോത്സവം നടത്തുകയാണ്. ഇവിടെ നിന്ന് നമ്മുടെ ഗീതാനന്ദ സ്വാമിയും വിവേകാനന്ദ സ്വാമിയും എലന്തൂര് രാജഭക്തനും നമ്മുടെ ഹരിഭക്തനും എല്ലാം അവിടേക്ക് പോകാനായി ഇതാ തയ്യാറാവുകയാണ്. ഉന്നതമായ നിലയിൽ എല്ലാം ഒരുക്കി ഭഗവൻ തിരുനടനം അവിടെ അനുഭവമാകത്തക്ക വിധത്തിൽ ആനന്ദമായെല്ലാം നടത്തപ്പെടുമാറാകട്ടെ. വളരെയേറെ നാളുകൾ കൊണ്ട് മാസങ്ങൾ കൊണ്ട് എന്റെ കുഞ്ഞുങ്ങൾ അവിടെ അതിനുവേണ്ടി ഒരുപാട് ബന്ധപ്പെടുന്നുണ്ട്. എല്ലാം ഞാൻ കാണുന്നുണ്ട്. എല്ലാവരെയും ഞാൻ ദർശിക്കുന്നുണ്ട്. എല്ലാവർക്കും അതിൻ്റെതായ അനുഗ്രഹവും ആനന്ദവും ജഗദീശ്വരൻ ദാനം ചെയ്യുമാറാകട്ടെ. ധനം മുടക്കുന്നവരെയും കർമ്മ വഴികളിൽ ബന്ധപ്പെടുന്നവരെയും പുതിയ പുതിയ കർമ്മങ്ങളെ ഒരുക്കുന്നവരെയും എല്ലാ വിധത്തിലും ഏതെല്ലാം കർമ്മങ്ങൾ എവിടെയെല്ലാം നടക്കുന്നു ആരെല്ലാം ഒരുക്കുന്നവരെല്ലാം ഈശ്വരൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ആ വിധത്തിൽ ഉന്നതമായതെല്ലാം നടത്തപ്പെടട്ടെ. അതുപോലെ 27-ാം തീയതി പൂഞ്ഞാർ ശാഖാശ്രമ വാർഷികം നടക്കുകയാണ്. അവിടെ ഉന്നതമായ നിലയിലെല്ലാം നടത്തപ്പെടുവാൻ ദൈവമെല്ലാം ഒരുക്കട്ടെ. അവിടെ വളരെ സാധുക്കളായ കുറെ സന്താനങ്ങൾ മാത്രമേ ഉള്ളൂ. സമീപ പ്രദേശത്തുള്ള ആശ്രമങ്ങളും അവിടെ പ്രവർത്തിക്കുന്ന ഭക്തന്മാരും എല്ലാവരും ഒത്തുചേർന്ന് കയ്യേറ്റിരിക്കുകയാണ് ഓരോ കാര്യങ്ങൾ നടത്തുവാൻ വേണ്ടി. എല്ലാവരും കൂടി ഒത്തുപിടിക്കുമ്പോൾ അതെല്ലാം വളരെ നിസ്സാരമായി അവിടെ സംഭവിക്കും. അങ്ങനെ ഉന്നതമായ നിലയിൽ അവിടെയും ആനന്ദ ഉത്സവം നടത്തപ്പെടുമാറാകട്ടെ. ഇനിയും നടത്തുവാൻ വേണ്ടി ആഗ്രഹിച്ച് ചില ആളുകൾ ചോദിച്ചിട്ടുണ്ട്. പരിപൂർണമായ ഒരു തീരുമാനമായിട്ടില്ല. എങ്കിലും അത് നടത്തുവാൻ ഒരുങ്ങുകയാണെങ്കിൽ ഞാൻ അതിന് ഒരുക്കപ്പെടുന്നതാണ്. അവിടെയും നടത്തപ്പെടുമാറാകട്ടെ. ആ വിധത്തിൽ എവിടെയെല്ലാം അറിയിക്കുക അവിടെ എല്ലാം അറിയിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. എന്തിനു വേണ്ടി? ജനങ്ങളെ കൂട്ടുക, ധനം കൂട്ടുക എന്നുള്ളതല്ല ഇതിന്റെ ലക്ഷ്യം. സമ്പൂർണ്ണ മോക്ഷത്തിനുള്ള വഴി ലോകത്തിലുണ്ട് എന്നവരെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. ബാഹ്യമായ ചിന്തകളിൽപ്പെട്ട് നിങ്ങളാരും ഈ യഥാർത്ഥ ചിന്തയിൽ നിന്ന് വിട്ടുപോകരുത്. ചില ആളുകളുണ്ട്, പണ്ടൊരു കവി പാടിയതുപോലെ, ക്ഷീരമുള്ളോർ അകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന് പറഞ്ഞതുപോലെ ഈ ആനന്ദമൊക്കെ ഇവിടെ നടക്കുമ്പോഴും ചില ആളുകൾക്ക് ചില ആവശ്യമില്ലാത്ത ചിന്തകളുണ്ട്. ആ ചിന്തകളോടുകൂടി ഇരിക്കുന്നവർക്ക് ഈ ആനന്ദത്തിലേക്ക് ചേരാൻ പോലും കഴിയില്ല. ആ പാത്രത്തിൽ വേകുന്നതിന്
വേണ്ടി അരി കഴുകി ഇടുമ്പോൾ പാത്രത്തിൽ വേകുന്നതിന് വേണ്ടി അരി അരി കഴുകിയിട്ട് തീയിട്ട് ഇങ്ങനെ ഇരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒന്നോ രണ്ടോ അരിമണി താഴെ വീണ് പോയി. ആ താഴെ വീണ് കിടക്കുന്ന അരി കലത്തിൽ കിടക്കുന്ന അരിയെ പോലെ വേവുകയില്ല. ഇതുപോലെ ഈ ആനന്ദത്തെ കുറിച്ച് ചിന്തിക്കാതെയും ഇതിനെ ബന്ധിക്കാതെയും ഇരുന്നാൽ ഒരിക്കലും ഈ അന്തരംഗത്തിലേക്ക് ശുദ്ധി കടന്നു വരികയില്ല. അന്തരംഗ ശുദ്ധി ഉണ്ടാകാതെ തത്വചിന്ത ഉണ്ടാവുകയില്ല. തത്വചിന്ത ഉണ്ടാകാതെ നിഷ്കളങ്കമാവുകയില്ല. നിഷ്കളങ്കമാകാതെ നിത്യശാന്തിയും നിഷ്കാമകർമ്മവും നിത്യശാന്തിയും സംഭവിക്കുകയില്ല. നിത്യശാന്തി കാണാതെ നിത്യാനന്ദം കാണുന്നത് എങ്ങനെയാണ്? അപ്പൊ നിത്യാനന്ദത്തിനുള്ള വഴി ഈശ്വരൻ തെളിയിക്കുമ്പോൾ ബാഹ്യമായ ചിന്തകളിൽപ്പെട്ട് ആരും അന്യപ്പെട്ടു പോകരുത്. ഉന്നതനാകുന്ന ദൈവം നടത്തുന്ന കർമ്മമാണ്. ഞാൻ രക്ഷ പ്രാപിച്ചതുപോലെ, ഞാൻ ആനന്ദിക്കുന്നത് പോലെ എന്റെ സഹോദരനെയും ബന്ധിപ്പിക്കണം എന്ന തീരുമാനം ഓരോരുത്തർക്കും ഉണ്ടാകണം. അപ്പൊ ചില ആളുകൾക്ക് എനിക്ക് സഹോദരൻ ഇല്ലല്ലോ, പിന്നെ ആരോടാ പറയുന്നത്? അങ്ങനെ സഹോദരനല്ല. ആത്മസഹോദരരെ ആത്മാവിലെന്നും അറിഞ്ഞുകൊള്ളുക.
വിശപ്പും ഒന്നും അറിയാതെ ഇങ്ങനെ ഇരുന്നാൽ എത്ര നേരം വേണമെങ്കിൽ നമ്മൾ ഇരിക്കും അല്ലേ? എന്തുകൊണ്ട്? ആത്മാവ് പരമാത്മരൂപത്തെ തിരിച്ചറിയുന്നു. കണ്ടു ഞാൻ എൻ്റെ ജ്ഞാന കണ്ണനെ, കണ്ടു ഞാൻ എൻ്റെ കണ്ടു ഞാൻ എൻ്റെ ജ്ഞാന കണ്ണനെ, മായാവേഷം കൊണ്ടുവന്നു ലീലയാടുന്നു, കണ്ടു ഞാൻ എൻ്റെ ജ്ഞാന കണ്ണനെ, മായാവേഷം കൊണ്ടുവന്നു ലീലയാടുന്നു, ഒന്നും അറിയാത്ത പോലെ കള്ളനെ പോലെ, ഒന്നും അറിയാത്ത പോലെ കള്ളനെ പോലെ, ആത്മനാഥൻ ഈ ലോകത്തിൽ ലീലയാടുന്നു, ഒന്നും അറിയാത്ത പോലെ കള്ളനെ പോലെ, എൻ്റെ ആത്മനാഥൻ ഈ ലോകത്തിൽ ലീലയാടുന്നു, കണ്ടിരുന്നാൽ ലോകമെല്ലാം മറന്നു പോകുന്നു, കണ്ടിരുന്നാൽ ലോകമെല്ലാം മറന്നു പോകുന്നു, കേട്ടിരുന്നാൽ ദേഹസുഖം മറന്നു പോകുന്നു, കണ്ടിരുന്നാൽ ലോകസുഖം മറന്നു പോകുന്നു, കേട്ടിരുന്നാൽ ദേഹസുഖം മറന്നു പോകുന്നു, ആനന്ദമേ ആനന്ദമേ ആത്മാവിലെന്നോ, ആനന്ദമേ ആനന്ദമേ ആത്മാവിലെന്നോ, ജ്ഞാനക്കണ്ണൻ ലീല കണ്ടാൽ ആനന്ദം തന്നെ, ആനന്ദമേ ആനന്ദമേ ആത്മാവിലെന്നോ, ആനന്ദമേ ആനന്ദമേ ആത്മാവിലെന്നോ, ജ്ഞാനക്കണ്ണൻ ലീല കണ്ടാൽ ആനന്ദം തന്നെ,
പരഹൃദയ ജ്ഞാനിയുമായ പരമഗുരുവായ പരിശുദ്ധമുള്ള ജ്ഞാനസൂര്യൻ ഉദയമായി ഇതാ ജ്ഞാന സംഹാരം ചെയ്ത് ആത്മലോകത്തിൽ ആനന്ദിക്കുന്നു എന്ന് ഏഴുകൾ അറിയുന്നു. എന്തെല്ലാം ദുഃഖങ്ങളുമായി ഈ ഞായറാഴ്ചയിൽ ഓടിയെത്തിയ അങ്ങയുടെ സന്താനങ്ങളുടെ മധ്യത്തിലേക്ക് എഴുന്നള്ളി വന്ന് ഹൃദയങ്ങളെ ആനന്ദിപ്പിച്ച പരിശുദ്ധമുള്ള ഈ ആനന്ദം മറന്നുപോകാതെ സൂക്ഷിക്കുവാൻ ഇവരെ കരുതണമേ ദൈവം. ഇനിയും വന്ന് കാണും വരെ ആനന്ദത്തിന് ഒരു കുറവും വരുത്താതെ കാത്തുകൊള്ളണമേ ദൈവം. ഭക്തിയോട് അങ്ങേ ആശ്രയിച്ച് ജീവിക്കുവാൻ ഇവരെ കരുതണമേ ദൈവം. സർവജ്ഞാനോത്സവം ആനന്ദോത്സവമായി നടത്തുവാൻ അടിയങ്ങളിതാ ആഗ്രഹിച്ച് തിരുമുമ്പാകെ കൈകളുയർത്തിയും കൈകളടിച്ചും ഒരുങ്ങുന്നു. സർവശക്തി അടിയങ്ങളെ ഒരുക്കണമേ ദൈവം. സർവശക്തി ഒരുക്കണമേ, സർവശക്തി ഒരുക്കണമേ, സർവലോകനാഥൻ ഒരുക്കണമേ. ഉന്നതമായി ആനന്ദമായി പൊടിപൂരമായി എല്ലാം നടത്തി തരണമേ. വേണ്ടുന്നതെല്ലാം പ്രകൃതിയിൽ കൂടി അടിയങ്ങൾക്ക് ദാനം ചെയ്യണമേ. സർവപ്രകൃതികളുടെ ഉടയവനാകുന്ന ദൈവത്തിന്റെ തിരുനാൾ ആഘോഷിക്കുവാൻ ഈ പ്രകൃതിയിൽ കൂടിയെല്ലാം അടിയങ്ങൾക്ക് ദാനം ചെയ്യണമേ. അങ്ങയുടെ മഹാതൃക്കരങ്ങളാൽ വാരി നിറച്ച് ദാനം ചെയ്യണമേ. ദേവീ ദേവന്മാർ ഒരുങ്ങണമേ. ഭൂതപരമ്പരകൾ ഒരുങ്ങണമേ. ഭക്തലോകം ഒരുങ്ങണമേ. എല്ലാം ഒരുക്കി അങ്ങത് സ്വീകരിക്കണമേ. അങ്ങ് സ്വീകരിക്കുമ്പോൾ അടിയങ്ങൾ ആനന്ദിക്കുമെന്ന് അടിയങ്ങൾ അറിയുന്നു. ആനന്ദോത്സവമായി നടത്തണമേ ദൈവമേ. മഹാഗോപുരത്തെ ഉന്നതമായി നിർമ്മിച്ചുകൊണ്ട് വാഴുന്ന പരിശുദ്ധമുള്ള ദൈവം, ഉന്നതമായതിന്റെ നിർമ്മാണ കർമ്മങ്ങളും അതിന്റെ ഓരോ ഘട്ടങ്ങളും അതിലെല്ലാം അങ്ങ് സന്നിവേശിപ്പിക്കുന്ന ചൈതന്യങ്ങളും ശക്തിവിശേഷങ്ങളും എല്ലാം ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നത്. പ്രകാരം നിർമ്മിക്കുവാൻ അങ്ങയാൽ അല്ലാതെ ആരാലും സാധ്യമല്ലെന്നടിയങ്ങൾ അറിയുന്നത്. അറിവോ കഴിവോ പ്രാപ്തിയോ ഇല്ലാത്ത സന്താനങ്ങളെ ഏകോപിപ്പിച്ച് അറിവിന്റെ പരിപൂർണ രൂപനാകുന്ന അവതാര രൂപത്തിന്റെ കർമ്മമാകുന്നു നടത്തുന്നതെന്ന് അടിയങ്ങൾ അറിയുന്നത്. അതിനുവേണ്ടി ഒരു ഹൃദയത്തെ ഈ ലോകത്തിൽ ജന്മം കൊടുത്ത് നിലനിർത്തി ഈ സന്നിധാനത്തിൽ എത്തിച്ച പരിശുദ്ധമുള്ളത് ആത്മദീപം എന്ന് അങ്ങയുടെ തിരുനാവാൽ വിളിച്ചാകുന്നു നിലനിർത്തിയിരിക്കുന്നതെന്ന് അടിയങ്ങൾ അറിയുന്നു. അതിനെ ആത്മാനന്ദ ദീപമായി എന്നും കരുതിക്കൊള്ളണമേ. ആരോഗ്യ സൗഖ്യത്തോടെ കരുതിക്കൊള്ളണമേ. രാജഗോപാലിനെയും കുടുംബത്തെയും കാത്തുകൊള്ളണമേ. കവികളെയും ശില്പികളെയും കാത്തുകൊള്ളണമേ. അതിനെ എഴുന്നള്ളിയെന്നത് പൂർത്തീകരിക്കണമേ ദൈവം. ഈ ആരാധനയിലും അങ്ങയുടെ ഉന്നതന്മാരായ ദേവീദേവന്മാരും ദൂതപരമ്പരകളും ഗോപുരവാസികളും ശില്പികളും എല്ലാം നിരന്ന് നിലകൊള്ളുന്നു എന്ന് ഏഴുകൾ അറിയുന്നത്. നിരന്ന് നിലകൊള്ളുന്നു എന്ന് ഏഴുകൾ അറിയുന്നത്. ഓരോരുത്തരെയും അടിയങ്ങൾ കൈകൂപ്പി വണങ്ങുന്നു ദൈവമേ. അവരുടെ ഓരോരുത്തരുടെയും കർമ്മഫലമാകുന്നു മഹാഗോപുരത്തിന്റെ പൂർത്തീകരണമെന്ന് കാണുന്നല്ലോ. അങ്ങേ തിരുനാമത്തിൽ ഏറ്റവും വേഗത്തിൽ അത് പൂർത്തീകരിച്ചു തരണമേ ദൈവം. ഉന്നതമായി സർവകർമ്മങ്ങളും നടത്തണമേ ദൈവം. ഓരോരുത്തരെയും ദർശിച്ച പരിശുദ്ധമുള്ള ദൈവം, അവരിൽ ആനന്ദിച്ച പരിശുദ്ധമുള്ള ദൈവമേ.